തീർച്ചയായിട്ടും അച്ഛൻ്റെ വഴിയിൽ കൂടെയാണ് എനിക്ക് സംഗീതം കിട്ടിയത്. അതിന് യാതൊരു സംശയവുമില്ല. ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം. നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഈ ഒരു റേഡിയോ സ്റ്റാൻഡും അതിൽ പഴയ ടൈപ്പ് റേഡിയോ ഉണ്ടല്ലോ, ഏരിയയിലൊക്കെ ഉള്ള. അപ്പം ആ റേഡിയോ ആണ്. അപ്പം അതിൻ്റെ അടുത്ത് ചുമരിലായിട്ട് ഒരു ബുക്ക്, ഒരു ആണി തറച്ച് ബുക്കും പെൻസിലും കെട്ടി തൂക്കിയിടും. കുറച്ച് നേരം വന്നിരുന്ന് അവർ സന്തോഷമായിട്ട് അത് കേട്ട് സന്തോഷം മനസ്സിൽ നിറച്ച് ഒരു പോസിറ്റീവ് എനർജി നിറച്ച് പോകാനും വന്നിരിക്കുന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാ പാടുന്നത്, നമ്മൾ മെയിൻ ഐറ്റം എന്തു പാടുന്നു. നമസ്കാരം ടീച്ചർ. നമസ്കാരം. അപ്പോൾ നമുക്കിന്ന് ഓണം ഫെസ്റ്റിവൽ നടക്കുന്നു. അതെ, ആ സമയത്താണ് ടീച്ചറെ ഈ തിരക്കിനിടയിലും നമുക്ക് ഒരു കുറച്ച് നേരം ചെലവഴിക്കാൻ പ്രേക്ഷകർക്ക് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി ടീച്ചർ ഈ സംഗീതമായി ബന്ധപ്പെട്ട് എത്ര വർഷം കൊണ്ട് സംഗീത ഫീൽഡിൽ നിൽക്കുന്നു, സംഗീത പാരമ്പര്യം, സംഗീതം കുടുംബത്തിൽ സംഗീതം ഉണ്ടായിരുന്നു, ആരെങ്കിലും പാട്ട് പഠിച്ചിരുന്നോ, അങ്ങനെയാണ് ടീച്ചർ ഇതിലേക്ക് വന്നത് എന്ന് പറയാമോ പ്രേക്ഷകർക്ക് വേണ്ടി? തീർച്ചയായിട്ടും. എൻ്റെ അച്ഛൻ സംഗീതജ്ഞനായിരുന്നു. അച്ഛൻ്റെ പേര് ഭഗവതീശ്വര അയ്യർ. അച്ഛൻ മ്യൂസിക് അക്കാഡമിയിൽ ഏതാണ്ട് തുടങ്ങിയ കാലത്തെ ബാച്ചിൽ പഠിച്ചിരുന്നു. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിലെ ബി ഹൈ ഗ്രേഡ് ആർട്ടിസ്റ്റായിരുന്നു. കൂടാതെ പല സ്കൂളുകളിൽ മ്യൂസിക് ടീച്ചറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. അച്ഛൻ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അച്ഛൻ നന്നായിട്ട് പാടുമായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ അച്ഛൻ, അതായത് എൻ്റെ മുത്തശ്ശൻ പഠിച്ചിട്ടൊന്നുമില്ല, ആ ജ്ഞാനം മേ ബി അച്ഛന് കിട്ടിയതായിരിക്കാം. പിന്നെ അച്ഛൻ മ്യൂസിക് അക്കാഡമിയിൽ പഠിച്ചു, സ്കൂളിൽ ജോലി കിട്ടി. തീർച്ചയായിട്ടും അച്ഛൻ്റെ വഴിയിൽ കൂടെയാണ് എനിക്ക് സംഗീതം കിട്ടിയത്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ ചെറുതിലെ അച്ഛൻ പാടുമ്പോഴത്തേക്കും ഞാൻ ഓരോ പാട്ടുമൊക്കെ കേട്ടിങ്ങനെ പാടും. അപ്പോൾ അച്ഛൻ മനസ്സിലാക്കി ജ്ഞാനം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി. അപ്പോൾ ഞാൻ പഠിച്ചത് സെനാന മിഷൻ സ്കൂളിലാണ്. പിന്നെ 1 തൊട്ട് 4 വരെയുള്ള ക്ലാസ്സുകളൊക്കെ പഠിച്ചത് മറ്റൊരു വിറകുവരക്കോട്ട എന്ന് പറയും, ഫോർട്ട് LPBS സ്കൂളിൽ. അപ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ പാടുമായിരുന്നു. പിന്നെ ഈ സ്കൂളിൽ വന്നപ്പോഴത്തേക്കും ഇതുപോലെ സ്കൂളിൽ പ്രയർ പാടും, ക്ലാസ്സിൽ പാടാൻ പറഞ്ഞു. നമ്മൾ അറിയുന്ന കുട്ടികളൊക്കെ പറയും, ടീച്ചർ അരുന്ധതി പാടും, അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ ക്ലാസ്സിൽ പാടിക്കും. അപ്പോൾ പാടും എന്നുള്ളത് സ്കൂളിൽ അറിഞ്ഞു. അങ്ങനെ 5ാം ക്ലാസ് തൊട്ട് പലവിധ കോമ്പറ്റീഷനുകളിൽ, അതായത് ഡിസ്ട്രിക്ട് യൂത്ത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ, ഡിസ്ട്രിക്റ്റ്, സ്റ്റേറ്റ്, പിന്നെ ജയശ്രീ ബാലജന സഖ്യം, YWCA, YMCA, ഇങ്ങനെ അനവധി പിന്നെ കോർപ്പറേഷൻ എന്ന കോമ്പറ്റീഷനൊക്കെ നടത്തിയിരുന്നു. എക്സിബിഷൻ്റെ പ്രമാണിച്ച് അറിയാമായിരിക്കും. അപ്പോൾ അങ്ങനെ അനവധി കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, ഇങ്ങനെ പ്രൈസുകൾ കിട്ടി. അപ്പോൾ ഇതാണ് എൻ്റെ സംഗീതത്തിൻ്റെ ആദ്യ വഴി എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ പ്രത്യേകിച്ചും അച്ഛൻ എന്നെ ക്ലാസിക്കൽ സംഗീതം അത് കേൾപ്പിക്കുന്നതിലും അതിൽ മുന്നിട്ട് വരാനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അച്ഛനാണ് എൻ്റെ ആദ്യത്തെ ഗുരു. ചെറിയ പ്രായം തൊട്ടേ അച്ഛൻ്റെ അടുത്ത് ഞാൻ പഠിച്ചു തുടങ്ങി. പിന്നെ അന്ന് റേഡിയോയിൽ പിന്നെ ഈ സംഗീത പാഠങ്ങൾ, ലളിത സംഗീതവും ക്ലാസിക്കലും ഉണ്ടായിരുന്നു. അതായത് തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ 3 ദിവസങ്ങളിൽ ക്ലാസിക്കൽ സംഗീതവും വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ ലൈറ്റ് മ്യൂസിക്കും. അപ്പോൾ അന്ന് പഠിപ്പിച്ചിരുന്നത് R. കൃഷ്ണസ്വാമി സാറ്, ചേർത്തല ഗോപാൽ നായർ സാറ്, നെയ്യാറ്റിൻകര വാസവൻ സാറ്, കമല കൈലാസ്, SVS സാറ്, ഇങ്ങനെ ഉള്ളവരൊക്കെ ആയിരുന്നു പഠിപ്പിച്ചത്. ഒരു 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ട്രഷറാണ്. ആ 15 മിനിറ്റ് കൊണ്ട് ഒരു പല്ലവിയുടെ 2 സംഗതി, ഇങ്ങനെ കുറച്ച് നാൾ പോകും. വലിയ കൃതികളൊക്കെ ആണെങ്കിലും നന്നായിട്ട് പഠിപ്പിക്കുന്ന ഗുരുക്കന്മാർ, അതെനിക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ അന്ന് ചെറിയ പ്രായത്തിലായിരിക്കുമ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ബുക്കൊക്കെ എടുക്കാൻ ഓടുമല്ലോ, അങ്ങനെ നോക്കണ്ട, അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് ഈ ഒരു റേഡിയോ സ്റ്റാൻഡും അതിൽ പഴയ ടൈപ്പ് റേഡിയോ ഉണ്ടല്ലോ, ഏരിയയിലൊക്കെ ഉള്ള. അപ്പോൾ ആ റേഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ചുമരിലായിട്ട് ഒരു ബുക്ക്, ഒരു ആണി തറച്ച് ബുക്കും പെൻസിലും കെട്ടി തൂക്കിയിടും.
അപ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ എഴുതണം, ബുക്കിലപ്പോൾ ഓടണ്ട, അങ്ങനെ ഒരു എക്സ്ക്യൂസ് പറയരുതെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതിലെഴുതും. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അമ്മ മലയാളം ടീച്ചറായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് സാഹിത്യവും സംസ്കൃതമൊക്കെ വശമാണ്. അപ്പോൾ അമ്മ അത് നോക്കി തിരുത്തി തരും. അന്ന് പിന്നെ ഇതുമാതിരി മൊബൈലോ കാര്യങ്ങളോ നമ്മൾ റെഫർ ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ നോക്കി അത് തിരുത്തി തരും. അങ്ങനെ ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൃഷ്ണസ്വാമി സാറ് അച്ഛന് വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ഒരിക്കൽ കൃഷ്ണസ്വാമി സാറിനെ കണ്ടു. അച്ഛൻ കണ്ടിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ ഒരുപാട് ഇത് മോള് പഠിക്കുന്നുണ്ട്, നിനക്ക് അവളെ പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അയ്യോ തീർച്ചയായിട്ടും പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് സാറ് വീട്ടിൽ വന്ന് എന്നെ കുറച്ച് കാലം പഠിപ്പിച്ചിരുന്നു. അയ്യോ ആ ഒരു അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്താന്ന് പറയാൻ വയ്യ. അത്ര സാറ് എനിക്ക് അച്ഛനാണോ ഗുരുവാണോ എന്ന് അത്ര സ്നേഹമാണ്, അത്ര സ്നേഹം. സമയമില്ല, അവർക്ക് സമയം നോക്കില്ല, അവർ പഠിപ്പിക്കുന്നതിൽ സമയം നോക്കൊന്നുമില്ല. നമ്മൾ പഠിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണുമ്പോൾ അവർക്കും അത്രയും താല്പര്യമാണ്. അപ്പം അങ്ങനെ എന്നെ സാറ് കുറച്ച് വർഷം പഠിപ്പിച്ചിരുന്നു. പിന്നെ ഒരു 10th ഒക്കെ ആയപ്പം ഡിസ്കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു. പിന്നെ കോളേജിൽ ഞാൻ ചേർന്നു, വിമൻസ് കോളേജിൽ മ്യൂസിക്കാണ് എടുത്ത് ചേർന്നത്, 3rd ഗ്രൂപ്പ്. അത് തൊട്ട് പിന്നെ അന്ന് വർമ്മ സാറ് ട്രിവാൻഡ്രത്തുണ്ട്, പ്രഭാകരവർമ്മ സാറ് മ്യൂസിക് അക്കാഡമിയിലായിരുന്നു. സാറ് പിന്നെ സാറിൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെയുള്ള കാലം മുഴുവൻ ഞാൻ സാറിൻ്റെ അടുത്താണ് പഠിച്ചത്. BA MA. പിന്നെ ജോലി കിട്ടിയിട്ടും സാറ് ഇവിടെ നിന്ന് തൃപ്പൂണിത്തറ മാറുന്നത് വരെ ഞാൻ സാറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ ഒരുപാട് പിന്നെ പാഠങ്ങൾ ശുദ്ധിയോടെ, അവരുടെയൊക്കെ ജ്ഞാനവും അവരുടെയൊക്കെ ഈ പാഠങ്ങളുടെ ശുദ്ധി നമുക്കറിയാമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വലിയ ഒരു ഈശ്വരാനുഗ്രഹവും ഗുരുക്കന്മാരുടെ അനുഗ്രഹമാണ് അച്ഛനമ്മമാരുടെയൊക്കെ. നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് നല്ല രീതിയിൽ ശുദ്ധമായ ആ കർണാടക സംഗീതം നല്ല പ്രായത്തിൽ തന്നെ പഠിക്കാൻ കിട്ടി എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ സാറാണ് നിരവത്സ്വരം, മനോധർമ്മം, ഇങ്ങനെയൊക്കെ കൃഷ്ണസ്വാമി സാറും. പക്ഷെ അന്ന് ഞാൻ അത്ര ആയിരുന്നില്ല. ഇദ്ദേഹം അതിൽ ടോട്ടലി എന്നെ മെൻറ്റ് ചെയ്തെടുത്തത് അതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അറിയാമായിരിക്കും, അന്ന് നമ്മുടെ സ്വാതിരുന്നാൾ സംഗീത സഭയിൽ ഇവിടെ അന്ന് ഒരുപാട് ഇപ്പം നമ്മൾ ഓൺലൈൻ ഇതിൽ യൂട്യൂബിലൊന്നും കേൾക്കാൻ പറ്റുന്നത്, നമ്മൾ പോയി കച്ചേരി കേൾക്കും. അപ്പോൾ സംഗീത സഭ, സ്വാതിരുന്നാൾ സംഗീത സഭ തീർത്ഥവാദ മണ്ഡപത്തിൽ തുളസീവൻ എല്ലാം വിഷുവിൻ്റെ തൊട്ട് അങ്ങോട്ട് 10-12 ദിവസമൊക്കെ അത്. പിന്നെ അന്ന് തന്നെ മുത്തുസ്വാമി സാറ്, ഭാഗ്യലക്ഷ്മിയുടെയൊക്കെ അച്ഛൻ, അവരുടെ ഒരു ഫെസ്റ്റിവൽ നടക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നവരാത്രി മണ്ഡപം, അത് പിന്നെ പറയേ വേണ്ട. അത് മുടക്കാതെ അച്ഛന് നിർബന്ധമാണ് ഞാനത് കേൾക്കാൻ പോകണം എന്നുള്ളത്. സംഗീത സഭയിൽ പോകുമ്പോൾ അച്ഛൻ പറയും ഒരു ബുക്കും പെന്നും എടുത്തുകൊണ്ട് പോകണം, ഡയറി ഒരു പെന്നും എടുത്തുകൊണ്ട് പോകണം. എന്തിനാണെന്നറിയാമോ? ആര് പാടുന്നു, വയലിൻ ആര്, പിന്നെ മൃദംഗം ആര്, ഘടം, മോർസിങ്, ഇതെല്ലാം ആരാന്ന് എഴുതണം. പിന്നെ കൃതികളുടെ രാഗം, താളം, പിന്നെ കൃതിയുടെ പേര്, ടൈറ്റിൽ, രാഗം, താളം, ആര് കമ്പോസർ, ഇത്ര ഞാൻ എഴുതിക്കൊണ്ട് വരണം. രാഗം അറിഞ്ഞില്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആരോടെങ്കിലും ചോദിച്ചത്. അപ്പം വരുന്ന വഴിക്ക് അച്ഛൻ ഇതെല്ലാം എന്നോട് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ ഓർമ്മയിൽ അതുമാതിരി അന്ന് പലരും ഇത് പാടും, ശ്ലോകങ്ങൾ, രാഗമാലിക ശ്ലോകങ്ങൾ, പല രാഗങ്ങൾ വരുമല്ലോ, ഇതെല്ലാം ചോദിച്ച് ചെയ്തപ്പോൾ വേറൊന്നുമല്ല, ഒരു കച്ചേരിയുടെ ഫോമാറ്റ് എങ്ങനെയാണെന്ന് പഠിക്കാൻ അച്ഛൻ എന്നെ അന്നേ എനിക്കൊരു ട്രെയിനിങ് തന്നിരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇന്ന രാഗം കഴിഞ്ഞ് ഇന്ന രാഗം, അതായത് ഒരു ശുദ്ധമധ്യമ രാഗം പാടിയാൽ പിന്നെ പ്രതിമധ്യമ രാഗം, അല്ലെങ്കിൽ മെയിൻ ശുദ്ധമധ്യമം പാടുകയാണെങ്കിൽ പിന്നെ മറ്റേത് സബ്മെയിൻ എന്ന് പറയുന്നത് പ്രതിമധ്യമം, നേരെ തിരിച്ചും. പിന്നെ ഒരു കൃതി സാധാരണ കാന്താരം പാടിയാൽ അന്തരകാന്താരം വരത്തക്കുന്ന കൃതി, താളങ്ങൾ മാറ്റം, അതായത് ഒരു ആദ്യ താളം കഴിഞ്ഞാൽ 2 ആദ്യ താളം കഴിഞ്ഞാൽ ഒരു രൂപകം, ചാപ്പ്, ഖണ്ഡചാപ്പ്, ഇങ്ങനെയെല്ലാം താളത്തിൻ്റെ കോമ്പിനേഷൻ എങ്കിലേ ആ കച്ചേരി വളരെ ആസ്വാദ്യമാവുള്ളൂ. അല്ല ഒരേ പാറ്റേണിൽ പോയ മൊണോട്ടോണസ് ആയി പോകും. അപ്പം അങ്ങനെ ഇതൊക്കെ ശീലിപ്പിക്കാനായിരുന്നു അച്ഛൻ എനിക്ക് ഇങ്ങനത്തെ ചില നിബന്ധനകളൊക്കെ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കച്ചേരി കഴിഞ്ഞ് തിരിച്ച് നടന്നു വരുമ്പോഴത്തേക്കും വർമ്മ സാറ്, ഞാൻ, പിന്നെ അച്ഛൻ, പിന്നെ ഈശ്വരവർമ്മ സാർ, നമ്മൾ അടുത്തായിരുന്നല്ലോ ശ്രീകണ്ഠേശ്വരത്ത്, അറിയാമല്ലോ, ഞങ്ങളെല്ലാവരും ഒരുമിച്ച്, ഒരു ഉമാമഹേശ്വരൻ സാർ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നല്ലോ, വലിയ ഒരു പ്രേമിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത കളക്ഷൻ ഇല്ല, അദ്ദേഹത്തിന് അറിയാത്ത പിന്നെ സംഗീതജ്ഞരില്ല അങ്ങനെ. അപ്പോൾ അദ്ദേഹവും ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത് വരും. അപ്പോൾ വർമ്മ സാറ് പറഞ്ഞുതരും, കച്ചേരിയിൽ ഇന്ന ആസ്പെക്ട്സ് ശ്രദ്ധിക്കണം, അവരുടെ ഇന്ന ഒരു ആസ്പെക്റ്റ് കണ്ടോ അത് പഠിക്കണം. അപ്പോൾ എനിക്ക് മൊത്തം ആ ചെറിയ പ്രായത്തിലെ അങ്ങനെ ഒരു ശിക്ഷണം ലഭിച്ചു. അത് കാരണം
അതാണ് എൻ്റെ സംഗീത വഴി. ഇന്ന് ഞാൻ എന്തായിരിക്കുന്നു ഇതെല്ലാം ഈ വഴിയിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ എപ്പോഴും എൻ്റെ അച്ഛന് പ്രത്യേകിച്ചും എൻ്റെ ഗുരുക്കന്മാർക്ക് പ്രത്യേകിച്ചും ഈശ്വരൻ അതിലപ്പുറം എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. പിന്നെ ഇതാണ് എൻ്റെ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ വഴി. ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീ സാരസ പദേ രസപദേ സപദേ പദേ പദേ ശ്രീവരലക്ഷ്മി നമസ്തുഭ്യം വസുപ്രദേ ശ്രീ സാരസപദേ രസപദേ സപദേ പദേ പദേ ശ്രീ വരലക്ഷ്മി നമസ്തുഭ്യം. ടീച്ചർ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ സംഗീതവുമായി ബന്ധപ്പെട്ട് സംഗീത കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതൊരു സന്ദേശം കൂടെയാണ്. തീർച്ചയായിട്ടും. കാരണം വേറെ ഒന്നുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഈ കച്ചേരി നടക്കുന്ന സ്ഥലത്ത് പോയി താളം, അതിനെക്കുറിച്ചുള്ള രാഗം, പിന്നെ ആരൊക്കെ വായിക്കുന്നുണ്ട്, ഇതൊക്കെ എഴുതിയെടുത്ത് വെച്ച് ഇത് മനസ്സിലാക്കിയാൽ നല്ലത് തന്നെയാണ്. അതവർക്ക് അതൊരു സന്ദേശമാണ്. ഇന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സംഗീത ആയിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല കലാ ആസ്വാദകർക്കും ഇത് പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പം യൂട്യൂബിലൊക്കെ ഒരുപാട് കച്ചേരികളുണ്ട്. പക്ഷേ ഇന്നത്തെ സ്റ്റുഡൻസ് അവർക്ക് ഇതൊന്നും വേണ്ട. സാധാരണ ഞാൻ പറയാം, കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസിന് അവർക്ക് കുറച്ച് സൂപ്പർഫിഷ്യലായിട്ട് കുറച്ച് ബഹളം ഉണ്ടാക്കുന്ന മറ്റ് മ്യൂസിക്കുകളോടാണ് കൂടുതൽ താല്പര്യം. ഇത് പരീക്ഷ പാസ്സാകണം, ജോലി കിട്ടണം എന്നതിൽ അപ്പുറം ഇതിൽ മുന്നിട്ട് വരണം എന്ന് വിചാരിക്കുന്നവർ അവർ തന്നെ ഈ വഴിയൊക്കെ നോക്കിക്കോളും. അത് അവരുടെ പേഴ്സണൽ ഇൻട്രസ്റ്റും പാഷനുമാണ്. പക്ഷേ സാധാരണ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ ഈ യൂട്യൂബ് അവർ കേൾക്കുന്നു, ധാരാളം കച്ചേരികൾ കേൾക്കാം, വീട്ടിലിരുന്ന് കേൾക്കാം, അതൊക്കെ കേൾക്കുന്നു എന്നുള്ളത് വേറൊരു കാര്യം. പിന്നെ ഇതിലപ്പുറം എന്താണെന്ന് വെച്ചാൽ ലൈവായിട്ടുള്ള കച്ചേരികൾ കേൾക്കണം എപ്പോഴും. അതായത് ഒരാൾ സ്റ്റേജിൽ എങ്ങനെ അവതരിപ്പിക്കുന്നു, സ്റ്റേജിൽ വിദ്വാൻമാർ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ, അവരുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഒരാൾ പാടുമ്പോൾ ഒരാൾ ആസ്വദിക്കുന്നു അല്ലേ. കൃഷ്ണൻ നന്നായിട്ട് ഒരു ഇത് വായിക്കുമ്പോഴത്തേക്കും നാം തിരിഞ്ഞ് ആഹാ എന്ന് പറയും. അതിന് വലിയൊരു വിലയാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് കാണാം. എങ്കിലേ നമുക്ക് ആ മനസ്സ് നമുക്ക് വരുള്ളൂ, പഠിക്കുന്ന കുട്ടികൾക്കും വരുള്ളൂ. ഒരാൾ പാടുമ്പോൾ ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു വയലിൻ വായിക്കുന്നു, നല്ല സംഗതി വായിച്ചു, ആഹാ. മൃദംഗം വായിക്കുന്നു, ആഹാ. നമ്മൾ പറയണം. അതാണ് എൻ്റെ ഇത്. എന്ന് വെച്ചാൽ ഇത് തമ്മിൽ ഒരു കോമ്പറ്റീഷനേ അല്ല. സ്റ്റേജിൽ ഒരിക്കലും കോമ്പറ്റീഷൻ അല്ല. കുറച്ച് ഈശ്വരൻ എന്തോ ഒരു കഴിവ് നമുക്ക് തന്നിരിക്കുന്നു, അത് ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ, അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ബാക്കിയുള്ളവരെ അനുഭവിക്കാനും, കുറച്ച് നേരം വന്നിരുന്ന ഒരു സന്തോഷമായിട്ട് അത് കേട്ട് സന്തോഷം മനസ്സിൽ നിറച്ച് ഒരു പോസിറ്റീവ് എനർജി നിറച്ച് പോകാനും വന്നിരിക്കുന്നുള്ള ബോധം നമുക്ക് എപ്പോഴും വേണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് എല്ലാവരും ഇരിക്കുമ്പോഴത്തേക്കും എന്തൊക്കെയാ പാടുന്നത്, നമ്മൾ മെയിൻ ഐറ്റം എന്ത് പാടുന്നു എന്നുള്ളത് തുറന്ന് പറയുക, അതിൽ നിന്ന് മാറാതിരിക്കുക. മനസ്സിലായില്ലേ? പിച്ച് നേരത്തെ പറയുക, ഇന്ന ഐറ്റമാണ് ഞാൻ പാടാൻ പോകുന്നത്, അല്ലെങ്കിൽ മെയിൻ ഐറ്റം ഇതാണ് ഞാൻ പാടാൻ പോകുന്നതെന്ന് പറയുക. അപ്പൊ അവർക്കും ഒരു പിന്നെ മൃദംഗം വായിക്കുന്ന തനിയാവർത്തനത്തിന് നല്ലൊരു കണക്ക് സെറ്റ് ചെയ്യാനും, ഇതെല്ലാം സെറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നത് ഓഡിയൻസിനാണ്. നമ്മൾ അവരോടുള്ള കടപ്പാട് ഒരിക്കലും മറക്കരുത്. അവരാ നമ്മളെ വിളിക്കുന്നത്. എപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ മനസ്സിൽ എൻ്റെ പേഴ്സണൽ ഇതിന്റെ ഷെയറിംഗ് ആണിത്. തീർച്ചയായിട്ടും. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ആ കച്ചേരി ഭയങ്കര ഹൃദ്യമാകും. അതാണ് വേണ്ടത്. അല്ലാതെ ഞാനൊന്ന് വായിക്കുക, ഗുസ്തി പിടിക്കുക, പിന്നെ മറ്റവര് അത് വായിക്കാതിരിക്കുക എന്നൊക്കെ എന്തൊക്കെ കാണിക്കും, അങ്ങ് ചെയ്യരുത്. അത് എപ്പോഴും എന്നെ പഠിപ്പിച്ച മഹാഗുരു TRS സാറിനിപ്പോൾ ഞാൻ ഓർക്കുന്നു. സാറെപ്പോഴും ഞാൻ സാറിൻ്റെ അടുത്ത് ഇവിടുന്ന് ചെന്നൈയിൽ പോയപ്പോഴാണ്, ഓമനക്കുട്ടി സാറാണ് സാറിൻ്റെ അടുത്ത് പോയി പഠിച്ചോളൂ, സാറിന് നല്ല വ്യവഹാരങ്ങളൊക്കെ വലിയ ഇതാണല്ലോ. അപ്പോൾ അങ്ങനെ പോയി പഠിച്ചു. അപ്പോൾ സാറ്, ഞാൻ മ്യൂസിക് അക്കാഡമിയിൽ കച്ചേരി ചെയ്യാൻ പോകുമ്പോഴും പല്ലവിയൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തന്ന്
വയലിനും മൃദംഗം വായിക്കുന്ന രണ്ടുപേരെ സാറിൻ്റെ വീട്ടിൽ വിളിപ്പിച്ച് ഞാനും പോയിരുന്ന് നമ്മൾ ഒരുമിച്ച് നോക്കിയിട്ടാണ് സ്റ്റേജിൽ കയറുന്നത്. അപ്പോൾ സാറ് എന്തൊരു വിദ്വാനാണ്. അപ്പോൾ എപ്പോഴും സാറിൻ്റെ കൂടെ ആര് വായിച്ചാലും സാറ് അവർക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കും, അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അതാണ് ഒരു മഹാൻ്റെ ഒരു ലക്ഷണം. അതാണ് വേണ്ടത്. സാറ് പണ്ട് പറയും, പണ്ടത്തെ വിദ്വാൻമാരൊക്കെ താളം പല്ലവിയൊക്കെ താളം ഇടുമ്പോഴത്തേക്കും മുണ്ടുകൊണ്ട് മറച്ചു വെച്ചിട്ട് അപ്പോൾ സംഗീതജ്ഞന് നല്ല ഒരു മനസ്സുണ്ടാകുന്നതിന് പോലും ഇത് നമ്മുടെ ഒരു വൃത്തികെട്ട ഒരു മനസ്സല്ലേ നമ്മൾ അതിൽ കൂടെ ഡെവലപ്പ് ചെയ്യുന്നത്. അതിനല്ല സംഗീതം, അതിനല്ല. ഇതൊക്കെ ദൈവികമായിട്ടുള്ള സിദ്ധികളാണ്. അപ്പോൾ അതിനെ നമ്മൾ മാനിച്ച് അങ്ങനെ ഇരുന്നാലേ അതുകൊണ്ടുള്ള പ്രയോജനം, അതായത് ഒരു ദൈവികത്വം എന്ന് പറഞ്ഞ ആ ഒരു ലെവലിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തമ്മിൽ മത്സരം പിടിച്ചിങ്ങനെ കിടക്കേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ എൻ്റെ സത്യം പറഞ്ഞ മാതിരി നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ അറിഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ കച്ചേരി നല്ലതാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ മാതിരി കേൾവിജ്ഞാനം, ഈ സ്റ്റേജിൽ കേൾവിജ്ഞാനം ഓരോരുത്തർ പാടി കേട്ട് നമ്മളൊരു രാഗം എങ്ങനെ ഉണ്ടാകും. അത് ഫോർ എക്സാമ്പിൾ മറ്റേ കൃഷ്ണസ്വാമി സാർ എന്നെ പഠിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ 8th സ്റ്റാൻഡേർഡിലാണ്. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു കുറച്ച് ശങ്കരാഭരണം പാടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേക്കും ഞാൻ ആദ്യം ഒന്ന് പകച്ചു. അപ്പോൾ സാരമില്ല, തെറ്റിയാലും കുഴപ്പമില്ല പാടുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് തെറ്റാതെ ഞാനത് ആ ട്രാക്കിൽ നിന്ന് മാറാതെ എനിക്ക് പാടാൻ പറ്റി. അത് എന്തുകൊണ്ടാണെന്ന് അറിയാം, എൻ്റെ മഹത്വം കൊണ്ടല്ല. അതാ ഞാൻ പറയുന്നത്, കേൾവി. അപ്പോൾ ഈ കേട്ട് ശങ്കരാഭരണം എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും നമ്മുടെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞിട്ടുണ്ട്. ഇന്ന് ഒരു BA MA പഠിക്കുന്ന കുട്ടികളോട് പോലും ഒരു രാഗം ഞാൻ കോളേജിൽ ഉണ്ടായിരുന്നത് കാരണവും എക്സാം നടത്തിയിട്ടുള്ളത് കാരണവും ആണ് എനിക്ക് പറയാൻ പറ്റുന്നത്. നമ്മൾ ഓരോന്നും കാണാതെ പഠിപ്പിച്ച് വിടണം. അങ്ങനെ പഠിപ്പിക്കുന്ന സ്വരം, ഒരു രാഗത്തിൻ്റെ ഒരു ഫ്രേസ് പറഞ്ഞു കൊടുത്തിട്ട് അത് സ്വരപ്പെടുത്തി പറഞ്ഞു കൊടുക്കണം. ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അവരെ കൊണ്ട് പഠിപ്പിച്ച് അങ്ങനെയാണ്. അതല്ല മനോധർമ്മം. അതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് വെച്ചാൽ അവരായിട്ട് മെനക്കെട്ട് കേൾക്കുന്നില്ല. കേട്ടിട്ട് അവർക്ക് അതിൻ്റെ ഒരു രൂപം, വളരെ സിമ്പിളായിട്ടുള്ള രാഗങ്ങളുടെ രൂപം പോലും മനസ്സിലില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ കേൾവിജ്ഞാനം തന്നെ വേണം. കേട്ട് നമ്മുടെ ഉള്ളിലുള്ള ജ്ഞാനം വളർത്തണം. ഇതൊക്കെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമാണ്, ചോദിച്ചുകൊണ്ട് പറഞ്ഞത്. പിന്നെ കൂടാതെ ഈ ചലച്ചിത്ര പിന്നണി ഗായിക എന്നാണ് നമ്മുടെ സമൂഹത്ത് സംഗീതജ്ഞയിൽ ഉപരി. അതെ. അപ്പം എല്ലാവർക്കും കച്ചേരി പാടുന്ന എല്ലാവർക്കും സിനിമാ പിന്നണി ഗായിക ആവാൻ പറ്റൂല. ടീച്ചർ സിനിമാ പിന്നണി ഗായികയും കൂടെയാണ്. അപ്പം രാഘുലിൻ രാഗസദസ്സിൽ എന്നുള്ള സിനിമയിൽ അത് പാടി അതിന് അവാർഡ് കിട്ടി. അതിന് അവാർഡ് കിട്ടിയില്ല, അത് ജനങ്ങളുടെ ഒരു ഇത് കിട്ടിയെന്ന് മാത്രം. അല്ല, കാരണം ജനങ്ങളുടെ മനസ്സിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ അവാർഡ്. അല്ലാതെ സർക്കാർ തരുന്ന അവാർഡ് നമ്മൾ സന്തോഷം, അതല്ല. അതിലുപരി ജനങ്ങളുടെ മനസ്സില് ഇന്നും, അതാണ് നേരത്തെ പറഞ്ഞ മലയാളിയുടെ പ്രിയങ്കരിയായ കലാകാരി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൃഷ്ണൻ പറഞ്ഞത് ശരി. എന്ന് വെച്ചാൽ പലരുടെയും മനസ്സില് എനിക്ക് അതിന് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്നൊരു ഫീലിംഗ് ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞത് ചുമ്മാതെയല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഒരുപാട് പേർക്ക് അങ്ങനെ തോന്നി. പക്ഷെ അതിനെനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടില്ല. അന്ന് ആ വർഷത്തെ ചിത്രക്കാണ് കിട്ടിയത്. ലോകത്തെമ്പാടുമുള്ള മലയാളം ഓൺലൈൻ TV പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ്. ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.